मेरे प्यारे बच्चों, आदाब। उर्दू और हिंदी की निराली दुनिया की तरफ आप सबका ഖുശാമദീദ്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഉറുദുവിന്റെയും ഹിന്ദിയുടെയും വിചിത്രമായ ലോകത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. हिंदी के साथ हम उर्दू भी पढ़ेंगे, उर्दू के साथ हम हिंदी भी पढ़ेंगे. हम दोनों मिलजुल कर साथ चलेंगे. आइए हम देखें. ഉറുദു പഠിക്കുമ്പോ നമ്മള് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, അതെന്തായിരുന്നു? ആ ഇ ഉ എന്നുള്ളതിന് അലിഫ് മാത്രം എഴുതിയാൽ മതി, അല്ലെ? ബ ബി ബു എന്നുള്ളതിന് ബേ മാത്രം എഴുതിയാൽ മതി. അതുപോലെ അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് ഹിന്ദി അക്ഷരങ്ങൾ എഴുതിയിരുന്നത് ഏതായിരുന്നു? ദ എന്നുള്ള അക്ഷരായിരുന്നു, അല്ലെ? ദ, എസ്, ദ, എസ് എഴുതുന്നത് പോലെയുള്ള ദ. ഡ കൊറേ വിധത്തിലുള്ളതുകൊണ്ട് നമുക്ക് ഏത് ഡാന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ പറയുന്നു എസ് ദ, അല്ലെ? ഇതിനെ നമ്മള് ഈ ഡാക്ടർ എന്നൊക്കെ എഴുതുന്ന ഈ ഡ നമ്മള് ഉപയോഗിച്ചത്, അല്ലെ? അപ്പോ ഇവിടെ നമ്മള് ഉറുദുവില് രണ്ട് രീതിയിൽ ദ വരുന്നുണ്ട്. ഡാക്ടർ എന്നെഴുതുമ്പോ ഇതെഴുതും, എന്നാൽ എടുക്കാന്ന് എഴുതുമ്പോ നമ്മള് ഇതെഴുതും. കൂട്ടുകാർക്ക് ഉറുദു അക്ഷരമാല മാത്രമുള്ള വീഡിയോ നമ്മുടെ ഇതേ സൈറ്റിൽ തന്നെ ഉണ്ട്. ഉറുദു ഗാഡി എന്നുള്ള സൈറ്റിൽ നിങ്ങൾക്ക് ഉറുദു ഗാഡി പാർട്ട് 1, 2, 3 ഇവ മൂന്നും നമ്മൾ കൊറോണ സമയത്ത് യൂട്യൂബിൽ ഇട്ടതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണങ്ങളും എഴുതുന്ന രീതിയും കൂട്ടക്ഷരങ്ങളുടെ സ്റ്റൈലൊക്കെ നമ്മൾ അതിനകത്ത് ഈ 3 വീഡിയോയും കൂടി കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കണം. അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുമ്പോ അത് കണ്ടവർക്ക് ഇത് കാണുമ്പോ ഇതന്നെയല്ലേ അന്നും പറഞ്ഞത് എന്ന് പറയണ്ട കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് തീരെ അറിയാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ അക്ഷരമാല തൊട്ടുള്ള ഉറുദു ഗാഡി പാർട്ട് 1 നോക്കാം, പിന്നെ 2 നോക്കുക, പിന്നെ 3 നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അക്ഷരങ്ങൾ കംപ്ലീറ്റ് അതിനകത്തുണ്ട്, എഴുതേണ്ട രീതിയുണ്ട്, എഴുതാനും വായിക്കാനുള്ള രീതിയൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക, ഒന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവും. ഇനിയോ നമ്മൾ അടുത്ത അക്ഷരം എഴുതിയത് വീണ്ടും ഒരു ഡ എഴുതി, എന്നിട്ട് സൈഡിൽ ഒരു കുത്ത് കൊടുത്തു, അല്ലെ? ഇതിനെ നമ്മൾ എന്താ വിളിച്ചത്? ങ എന്നാണ് നമ്മള് വിളിച്ചത്. ങ. ഇതിന് ഉറുദുവിൽ നമ്മൾ ങ എഴുതേണ്ട വാക്കുകൾ വളരെ കുറവാണ്. പക്ഷെ നമുക്ക് എഴുതേണ്ടി വന്നാ എഴുതണ്ടേ? ഇപ്പൊ സ്ഥലത്തിന്റെ പേര് മങ്ങാട് എന്ന് എഴുതണം നമുക്ക്. അപ്പൊ ങ കിട്ടണല്ലോ. അപ്പൊ നമ്മൾ നൂനും ഗാഫും കൂടിയും കൂട്ടിയിട്ടാണ് കൊടുക്കുക. ങ ഇങ്ങനെയാണ് എഴുതുക, നൂനും ഗാഫും കൂടിയും ചേർത്ത് എഴുതി കൊടുക്കുക ചെയ്യുക. അപ്പൊ മങ്ങാട്ടച്ഛൻ എഴുതണം, ങ വേണല്ലോ. അപ്പൊ നമുക്ക് നൂനും ഗാഫും കൂടി കൂട്ടി അങ്ങോട്ട് കൊടുക്കാം. ഇനി അടുത്തത് എന്തായിരുന്നു? ഈ എന്നുള്ള അക്ഷരായിരുന്നു, അല്ലെ? നമ്മളെ ഹിന്ദി വീഡിയോ കണ്ടാണോ നിങ്ങള്? അതിനകത്ത് അടുത്ത അക്ഷരം ഈ ആണ്. അപ്പൊ അതില് നമ്മള് നേരത്തെ പഠിച്ചത് എന്താണ്? പറയൂ കേക്കട്ടെ. ആ ഇ ഉ എന്നുള്ളതിന് അതന്നെ എങ്ങനെ? അലിഫ് മാത്രം എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ അലിഫ് കൊടുത്താൽ മതി. ഓക്കെ. ഇനി നമുക്ക് ഈ എന്നുള്ളതിന് കിട്ടണം. ഈ എന്നുള്ള അക്ഷരത്തിന് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് കിട്ടണം. കണ്ടോ, നമ്മൾ മേലെ കൊക്കട്ട് കാണിച്ചു. ഈ എന്നാണ് ഇത് വായിക്കേണ്ടത് നേരത്തെ പഠിച്ചു. ഇവിടെ നമുക്ക് യാ ആണ് കൊടുക്കുക, യാ. ഈ എന്നുള്ളതിന് നമുക്ക് യാ ആണ് കൊടുക്കുക. ഈ യാന് നമുക്ക് രണ്ട് ഉച്ചാരണമുണ്ട്. ഈ എന്നും ഐ എന്നുമാണ് ഇതിന്റെ ഉച്ചാരണം. അപ്പൊ ഈ എന്നുള്ളതിന് നമുക്ക് എന്ത് മതി? യാ കൊടുത്താൽ മതി കേട്ടാ. ഇനി അടുത്ത അക്ഷരം ഏതായിരുന്നു? ഝ, അല്ലേ? ജഡുദി എന്നെഴുതുന്ന ഝ. ഝ ധായും ധായും ചേർത്തിയ ഝ. അപ്പൊ ഇത് നമ്മൾ എഴുതുമ്പോ ജ എന്നുള്ള അക്ഷരത്തിന് ഇതാണ് ജ എന്നുള്ള അക്ഷരം, ജീമ്. ഈ ജീമിന് നമ്മൾ എന്ത് ചെയ്യും? കട്ടി കൂട്ടുന്ന ഒരു ഹാ ഇട്ട് കൊടുക്കും.
ഇപ്പൊ മുജേ എന്നൊക്കെ എഴുതുമ്പോ നമ്മൾ ഇങ്ങനെ എഴുതാം. തുജേ മുജേ എന്നൊക്കെ എഴുതുമ്പോ ഇങ്ങനെ എഴുതാം. ഏത് ജീമിന് ശേഷം ഹാ ഇട്ട് കട്ടി കൂട്ടിയിട്ടാണ് എഴുതാം. അത് നമുക്ക് ഇനി പഠിക്കാനുള്ള ഭാഗമാണ്. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഇനി ഒരൊറ്റ അക്ഷരം കൂടി ഇതിലുള്ളത് ഹ ആണ്, അല്ലെ? ഹ ഹ എന്നാണ്. ഉറുദുവിൽ ഇത് രണ്ട് രീതിയിൽ വരും. ഒന്ന് ഇങ്ങനെയും, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറബിയിൽ നിന്നും വന്ന കൂടുതൽ അക്ഷരങ്ങൾക്കുള്ള ഒരു ഹ ഇങ്ങനെയുണ്ട്. അപ്പൊ ദാന്ന് എഴുതിയപ്പോ കണ്ടോ, ദർന്ന് എഴുതുമ്പോ നമ്മള് ദർന്ന് എഴുതുമ്പോ ആദ്യത്തിൽ കണ്ട ഈ ഡാണ് എഴുതുക. ഈ ഡാ എഴുതി ഡർന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ഡേറ് ഇങ്ങനെ എഴുതാം. ഉറുദുവിൽ ഡർന്ന് എഴുതാ ഇങ്ങനെയാണ്. ഡർ പറഞ്ഞാൽ ഭയം, പേടി എന്നൊക്കെ അർത്ഥം. എന്നാൽ ലടുക്കാന്ന് എഴുതുമ്പോഴോ ലാ എഴുതും, ദാ എഴുതും, കാ എഴുതും, വരക്കും, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉറുദുവിൽ ലാന്റെ പകുതി വരും. ഞാൻ പറഞ്ഞല്ലോ, ഓരോ അക്ഷരങ്ങളും കൂട്ടി എഴുതുമ്പോ അക്ഷരത്തിന്റെ ആദ്യ പകുതിയാണ് എടുക്കുക, അല്ലെ? പിന്നെ ഇതാ കണ്ടോ, ലടുക്ക കണ്ടോ. ഇപ്പൊ ഇത് രണ്ടും വരുന്നുണ്ട്. ഏതിന്? ദാ എന്നുള്ളതിന് ഉറുദുവിൽ എഴുതുമ്പോ ചില വാക്കുകൾക്ക് ഈ ഡാല് വരും, ചില വാക്കുകൾക്ക് ഈ ഡേ വരും. കേട്ടാ, ഇത് ഡേ എന്നും ഇത് ഡാലിനാണ് വായിക്കുക. അത് നമ്മളെ ഉറുദു ഗാഡി നോക്കിയാൽ എനിക്ക് കറക്റ്റ് ആയിട്ടും മനസ്സിലാവും. നേരത്തെ സെറ്റ് ഏതായിരുന്നു? അല്ലേ? നമ്മൾ പറഞ്ഞു ജന്മന ഒരു വരെയുള്ള അക്ഷരങ്ങളാണ് അടുത്ത സെറ്റ് എന്ന് പറഞ്ഞു, അല്ലെ? എ എന്നുള്ളതിന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഉറുദുവിലെ അലിഫിനോട് കൂടി ഇങ്ങനൊരു യാ ആണ് ഇതിന് കൊടുക്കുക. അപ്പൊ ഇതിന് എന്തൊക്കെ ഉച്ചാരണം ഉണ്ടാവും? ഈ യാവിന് എ എന്നുള്ള ഉച്ചാരണം കിട്ടും. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? ഐ എന്നാണ് കിട്ടേണ്ടത്, അല്ലെ? ഐ. ഇത് നമ്മള് എന്ത് ചെയ്യുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഈ ആണ് ഇട്ടെടുക്കാം. അലിഫിനോട് കൂടി ഈ ഇട്ടെടുക്കുമ്പോ എന്ത് കിട്ടി? ഐ എന്നുള്ളത് കിട്ടി. ഇനി അടുത്തതോ, നമ്മൾ നേരത്തെ പറഞ്ഞു ജന്മന വരെയുള്ള സെറ്റാണ് നമ്മൾ എഴുതുന്നത് എന്ന്. അപ്പോ ഇതേതാണ്? ഗ, അല്ലെ? ഉറുദുവിലെ ഹാഫിന്റെ തൊട്ടടുത്ത് വരുന്ന അക്ഷരാണ്. കാഫിന്റെ അതേ ഷേപ്പാണ്, പക്ഷെ ഒരു വരി കൂടി ഗാഫ്. കണ്ടോ? ഇനി അടുത്തത് ഏതാണ്? ന, അല്ലേ? ന അല്ലേ നമ്മൾ അടുത്ത് എഴുതിയത്? ഇതിവിടെ കൂട്ടി എന്നിട്ട് വരച്ചു കൊടുത്തു, അല്ലെ? അപ്പൊ അതിന് നമ്മൾ എന്നാണ് എഴുതിയത്. ഉറുദുവില് ന എന്നും ന എന്നൊക്കെ ഒറ്റ അക്ഷരമുള്ളൂ. നൂന് 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 എന്നതിന് പറയും, കേട്ടോ. ഇനി ഒറ്റ അക്ഷരം കൂടി ആയാലും നമ്മള് ഇന്നത്തെ ഈ വീഡിയോ അവസാനിച്ചു. കണ്ടോ? 3 കുത്ത്. സീന് 3 കുത്ത് കൊടുത്തപ്പോ നമുക്ക് ടാ കിട്ടി. ഇനി നമുക്ക് ഇതൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ കൊടുക്കാം. എന്നാലേ കൺഫ്യൂഷൻ ആവാതെ നമുക്ക് അങ്ങനെ എഴുതി വെക്കാം. ഇവിടെ നമുക്ക് അയിനും യാവും കൂടി കൂട്ടുമ്പോ എങ്ങനെ കിട്ടും? യാ ഇത്ര കിട്ടുള്ളൂ. കൂട്ടി എഴുതുമ്പോ അതിനോട് കൂടി യാ കൂട്ടും. അപ്പൊ 2 പുള്ളിട്ട് കൊടുക്കാം. ഏത് യാ ആണെങ്കിലും
അതായത് ഈ ആ ആണെങ്കിലും ഈ ആ ആണെങ്കിലും കൂട്ടി എഴുതുമ്പോ നടുവിൽ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഈ ഷേപ്പ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കും. ഇപ്പൊ സേബ് എന്ന് എഴുതുകയാണെങ്കിൽ അത് നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പിന്നെ എഴുതാം. ഇപ്പൊ നമ്മള് അയിനക്ക് എഴുതുക. അയിനക്ക് നമ്മൾ പഠിച്ചല്ലോ നേരത്തെ. അയിനക്ക് നമ്മൾ പഠിച്ചില്ലേ? ഐ നെക്ക് അല്ലെ? അയിനക്ക് പഠിച്ചു. ഇതിന് നമ്മള് അയിനിട്ടാണ് എഴുതുക. അയിന് യാള് നൂന് അല്ലോ, എന്ത് സുഖ എഴുതാൻ. രണ്ട് കുത്ത് ഐ എന്നുള്ളതിന് രണ്ട് കുത്ത്, നൂനൊരു കുത്തും. അയിനൊക്കെ രണ്ടിനും അർത്ഥം എന്താണ്? കന്നഡ. അർത്ഥത്തിലൊന്നും ഒരു വ്യത്യാസം ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഉറുദു പഠിക്കുന്ന കുട്ടികൾക്ക് ഹിന്ദി എളുപ്പമാവെന്ന് പറയാൻ കാരണം. എല്ലാ സാധനം എന്താണ്? ഒരേ അർത്ഥമാണ്. ഇപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം? നേരത്തെ നമ്മൾ ഏക്ക് എഴുതിയിരുന്നു അല്ലെ? ഏക്ക് നമ്മൾ ഇങ്ങനെ ഹിന്ദിയില് ഒരു വീഡിയോയിൽ നമ്മൾ എഴുതി കാണിച്ചിരുന്നു. ഇവിടെ ഏക്ക് എന്നുള്ളത് കണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞു, രണ്ട് ആണെങ്കിലും നടുവിൽ വരുമ്പോ എന്താണ്? രണ്ട് കുത്തിട്ട് കാണിക്കണം അല്ലെ? അപ്പൊ ഇങ്ങനെ കൊടുക്കും ഏക്ക്. രണ്ടും വൺ എന്നുള്ള അർത്ഥം തന്നെ. പിന്നെ ഗാന എഴുതണം. ഗാന നേരത്തെ നമ്മൾ എഴുതിയതാണ്, ഒരു വീഡിയോയിൽ നമ്മളിത് എഴുതിയതാണ് ഗാന. അപ്പൊ ഇവിടെ ഈ ഗാഫ് കണ്ടോ? ഞാൻ പറഞ്ഞു അലിഫിനോട് കൂടിയും ലാമിനോട് കൂടിയും വരുമ്പോ ഈ ഷേപ്പിലാ വരിക. ഗാന. നൂന് അലിഫ് കണ്ടോ? ഗാന അല്ലെ? ഇനിയോ നേരത്തെ നമ്മൾ ഒരു വാക്കും കൂടി എഴുതിയതല്ലോ, ഗല അല്ലെ? ഗല. ഗല ഗല. ഗാപ്പ് ലാമിനോട് കൂടിയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് കണ്ടോ? ഗല. കഴുത്ത്. കഴുത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷാൻ എഴുതണം. കണ്ടോ? ഷാൻ. ഷാ ജന്മന ഒരു വരയുണ്ട്, ഒരു വരയും കൂടി കൊടുക്കുമ്പോ ഷായി നാ കൊടുക്കും അല്ലെ? ഷാൻ, പ്രൗഢി, പ്രതാപം, അന്തസ് എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞു, കൂട്ടി എഴുതുമ്പോ അക്ഷരത്തിന്റെ ആദ്യ പകുതിയോടാണ് ചേർക്കേണ്ടത് അല്ലെ? ഷാൻ. ഓക്കെ, റെഡിയായോ? ഓരോന്നോരോന്ന് നിങ്ങൾ ഇങ്ങനെ ഓരോന്നും എഴുതി നോക്കുക, വായിക്കുക. ഇപ്പൊ എന്താണ്? തീൻ എന്ന് എഴുതി നമ്മള് അല്ലെ? നേരത്തെ നമ്മള് തീൻ എഴുതിയിട്ടില്ലേനോ? അപ്പം എങ്ങനെ കിട്ടി? താ എഴുതി വരയിട്ടോ, തീനാക്കി നാ കൊടുത്തു അല്ലെ? ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? താ എഴുതി അക്ഷരത്തിന്റെ ആദ്യ പകുതി എടുത്തു, അതിനോട് കൂടി എത്ര കൂട്ടി, വീണ്ടും നാ കംപ്ലീറ്റ് എഴുതി. ആദ്യ പകുതി എടുക്കുക, പിന്നെ നടുവിലാവുമ്പോ യായുടെ ഷേപ്പ് ഇതാണ്. അവസാനത്തെ അക്ഷരം മുഴുവനായിട്ടും കൊടുത്തു. കണ്ടോ? തീൻ. നായുടെ കണ്ടോ? ഇത് നാന്നുള്ളീനും ഞാന്നുള്ളീനും ഇതാണ് കേട്ടോ. അപ്പൊ നിങ്ങള് കൃത്യമായിട്ട് എല്ലാ വേർഡ്സും പിന്നെ നമ്മള് ഇങ്ങനെ പറയുമ്പോ അർത്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് അർത്ഥം എഴുതിയെടുക്കുക. ഷാൻ, അന്തസ്, പ്രൗഢി, പ്രതാപം എന്നൊക്കെയാണ് അർത്ഥം. തീ എന്ന് പറഞ്ഞാല് 3, 3 എന്നാണ്. ഗല പറഞ്ഞാല് കഴുത്ത്. പിന്നെ അയിനക്ക് കണ്ണട. ഏക്ക് പറഞ്ഞാല് 1, 1. ഗാന എന്നല്ലോ നേരത്തെ പറഞ്ഞല്ലോ, ഓർമ്മയിലുണ്ടോ? പാട്ട് എന്നും പാടുക എന്നും അർത്ഥമുണ്ട്. അപ്പൊ പാട്ടിനും പാടുക എന്നുള്ളതിനും ഗാനാന്നാവുമ്പോ ഗാന ഗാനാന്ന പാട്ട് പാടുക. ഓക്കെ, കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ശുക്രിയ. ഖുദാ ഹാഫിസ്.